ലോകം മുഴുവൻ ഒരുപോലെ ആസ്വദിക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ ഒന്നാണ് IPL. 2 മാസത്തിലേറെ നീളുന്ന ടൂർണമെന്റ് ആയതിനാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ മാത്രമല്ല, വിവാദങ്ങൾക്കും ടൂർണമെന്റിൽ ഒട്ടും കുറവുണ്ടാവില്ല. അത്തരത്തിൽ അമ്പയർമാരുടെ ചില മോശം തീരുമാനങ്ങളെ കളിക്കളത്തിൽ പല താരങ്ങളും ചോദ്യം ചെയ്തിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സാക്ഷാൽ MS ധോണി പോലും ഒരിക്കൽ സഹികെട്ട് അമ്പയർമാരോട് കയർത്തിയിട്ടുണ്ടായിരുന്നു. 2019 IPL രാജസ്ഥാൻ റോയൽസുമായുള്ള കളിക്കിടെ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ MS ധോണി അമ്പയർമാരോട് പൊട്ടിത്തെറിച്ച സംഭവം ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോഴും മറന്നു കാണില്ല. CSKക്ക് ജയിക്കാൻ 3 ബോളിൽ 8 റൺസ് വേണമെന്ന വളരെ പിരിമുറുക്കമേറിയ സന്ദർഭത്തിലായിരുന്നു ഇത്തരമൊരു സംഭവം നടന്നത്. റോയൽസ് താരമായ ബെൻ സ്റ്റോക്ക് ഒരു ഫുൾ ടോസ് ആണ് എറിഞ്ഞത്. ബോളിന്റെ ഉയരം കാരണം ആദ്യം അമ്പയർ ഉല്ലാസ് ഘാഡെ ഇത് നോ ബോൾ വിളിക്കുകയായിരുന്നു. പക്ഷേ ലെഗ് അമ്പയറായ ബ്രൂസ് ഓക്സൻഫോർഡ് ഇത് തള്ളുകയും നോ ബോൾ അല്ലെന്ന് വിധിക്കുകയുമായിരുന്നു. ബൗണ്ടറി ലൈനിന് അരികിൽ ഇത് കണ്ട് ക്ഷുഭിതനായ ധോണി ഗ്രൗണ്ടിലേക്ക് അതിക്രമിച്ച് കടക്കുകയും പിച്ചിലെത്തി അമ്പയറോട് വാദിക്കുകയും ചെയ്തു. റീപ്ലേയിൽ അത് നോ ബോൾ ആണെന്ന് കാണിച്ചെങ്കിലും അല്ലെന്ന അമ്പയറുടെ തീരുമാനം നിലനിൽക്കുകയും ചെയ്തു. പക്ഷേ ഈ തീരുമാനം ചെന്നൈക്ക് തിരിച്ചടിയായില്ല. അവസാന ബോളിൽ സിക്സർ പായിച്ച് മിച്ചേൽ സ്റ്റാൻസർ ടീമിന് ത്രില്ലിംഗ് വിജയം സമ്മാനിക്കുകയായിരുന്നു. 2019 IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായുള്ള കളിയിൽ മുംബൈ ഇന്ത്യൻസ് പേസർ ലസിത് മലിംഗയുടെ നോ ബോളും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. റൺ ചേസിൽ RCBക്ക് അവസാന ബോളിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് 7 റൺസാണ്. മല്ലിംഗ വളരെ തന്ത്രപരമായി ഓവർ സ്റ്റെപ്പ് ചെയ്ത് ഒരു നോ ബോൾ എറിയുകയും ചെയ്തു. പക്ഷെ അമ്പയർ S രവിക്ക് ഈ നിയമലംഘനം കണ്ടുപിടിക്കാനായില്ല. ഒരു ബോൾ നേരിട്ട ശിവം ദുബൈക്ക് റണ്ണും എടുക്കാനായില്ല. കളിയിൽ RCB തോൽക്കുകയും ചെയ്തു. മത്സരശേഷം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അമ്പയറിംഗ് പിഴവിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു. IPL ലെവലിലാണ് നമ്മൾ കളിക്കുന്നത്, അല്ലാതെ ക്ലബ്ബ് ക്രിക്കറ്റിലല്ല. അമ്പയർമാർ കണ്ണു തുറന്നു വെക്കണമെന്നായിരുന്നു കോഹ്ലി തുറന്നടിച്ചത്. 2020 IPL ഡൽഹി ക്യാപിറ്റൽസിന് പഞ്ചാബ് കിങ്സും തമ്മിലുള്ള കളിയിലും വലിയൊരു അമ്പയറിംഗ് പിഴവ് സംഭവിച്ചിരുന്നു. അമ്പയറിംഗ് പിഴവ് കാരണം 1 റൺസ് കുറച്ചേ അനുവദിക്കപ്പെട്ടുള്ളൂ. പഞ്ചാബ് ടീമിനാണ് ഇത് വിനയായത്. ഒടുവിൽ ഈ മത്സരം ടൈയിൽ കലാശിക്കുകയും തുടർന്ന് സൂപ്പർ ഓവറിൽ DC ജയിക്കുകയും ചെയ്തു. വെറും 2 റൺസ് മാത്രമേ സൂപ്പർ ഓവറിൽ പഞ്ചാബ് നേടിയുള്ളൂ. DC ഇത് അനായാസം മറികടക്കുകയും ചെയ്തു. നിശ്ചിത 20 ഓവറിൽ തന്നെ പഞ്ചാബ് കളിയിൽ ജയിക്കേണ്ടതായിരുന്നു. പക്ഷെ മറുനാടൻ മലയാളി കൂടിയായ അമ്പയർ നിതിൻ മേനോന്റെ പിഴവ് അവരെ ചതിച്ചു. പഞ്ചാബ് താരങ്ങളായ മായാങ്ക് അഗർവാളും ക്രിസ് ജോർദാനും 2 റൺസ് ഓടി പൂർത്തിയാക്കിയെങ്കിലും അമ്പയർ 1 റൺസ് മാത്രമേ അനുവദിച്ചുള്ളൂ. പക്ഷെ ജോർഡന്റെ ബാറ്റ് 2 തവണയും ക്രീസിനപ്പുറം കടന്നതായി റീപ്ലേയിൽ വ്യക്തമായിരുന്നെങ്കിലും അമ്പയർ ഇത് തള്ളുകയായിരുന്നു. ഇതോടെ 1 റൺസുമായി പഞ്ചാബിന് തൃപ്തിപ്പെടേണ്ടി വരികയും ചെയ്തു. ഈ പിഴവിന് പിന്നാലെ അമ്പയർ നിതിൻ വിവാദ താരമായി മാറുകയും ചെയ്തു. വലിയ വിമർശനങ്ങളാണ് പഞ്ചാബ് ആരാധകരിൽ നിന്നും അദ്ദേഹം നേരിട്ടത്. 2021 IPL പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലുള്ള കളിയിലെ DRS വിവാദവും ഏറെ ചർച്ചയായി മാറിയിരുന്നു. RCB താരം ദേവ്ദത്ത് പടിക്കലിനെതിരായ വിക്കറ്റിനു പിന്നിലെ ക്യാച്ച് അപ്പീൽ ഓൺഫീൽഡ് അമ്പയർ തള്ളിയതോടെ പഞ്ചാബ് ടീം റിവ്യൂ എടുക്കുകയായിരുന്നു. റീപ്ലേയിൽ ദേവ്ദത്തിന്റെ ബാറ്റിൽ എഡ്ജ് ഉണ്ടായിരുന്നതായി അൾട്രാ എഡ്ജിൽ കാണിച്ചെങ്കിലും നോട്ട് ഔട്ട് എന്ന കോൺഫിഡന്റ് അമ്പയർ K ശ്രീനിവാസന്റെ തീരുമാനം തേർഡ് അമ്പയറും മലയാളി അമ്പയറുമായ KL അനന്തപത്മനാഭൻ ശരിവെക്കുകയും ചെയ്തു. തേർഡ് അമ്പയറുടെ ഈ വിചിത്ര തീരുമാനം ക്രിക്കറ്റ് വിദഗ്ധരെയും കാണികളെയും എല്ലാം ഒരുപോലെ അമ്പരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ തീരുമാനം പഞ്ചാബ് ക്യാപ്റ്റൻ KL രാഹുലിനെയും ക്ഷുഭിതനാക്കിയിരുന്നു. ഗ്രൗണ്ടിൽ വെച്ച് ഇതിനെതിരെ അമ്പയറുമായി അദ്ദേഹം ഏറെ സമയം വാദിക്കുകയും ചെയ്തു. കളിയിൽ പഞ്ചാബ് 5 റൺസിന് തോൽക്കുകയും ചെയ്തു. 2022 ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് മത്സരവും വിവാദങ്ങളിൽ നിറഞ്ഞിരുന്നു. കളിയിൽ DC താരം റോമൻ പവേൽ ചില വമ്പൻ സിക്സറുകൾ അടിച്ചിരുന്നു. ഇക്കൂട്ടത്തിൽ ഒരു ഫുൾ ടോസും ഉണ്ടായിരുന്നു. ബോളിന്റെ ഉയരം കാരണം അത് നോ ബോൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു DC നായകൻ ഋഷഭ് പന്ത്. പക്ഷേ ഓൺഫീൽഡ് അമ്പയർമാരായ നിതിൻ മേനോനും നിഖിൽ പട്വർദ്ധനും നോ ബോൾ വിധിച്ചതുമില്ല. ഇത് ബൗണ്ടറി ലൈനിന് അടുത്തിരുന്ന് കളി കണ്ട ഋഷഭ് പന്തിനെ ശരിക്കും ക്ഷുഭിതനാക്കി. ബാറ്റിംഗ് മതിയാക്കി തിരികെ വരാൻ പവേലിനോടും കുൽദീപ് യാദവിനോടും ആവശ്യപ്പെടുകയുമായിരുന്നു. ഇതോടെ അല്പസമയം കളി തടസ്സപ്പെടുകയും ചെയ്തു. പിന്നീട് മത്സരം പുനരാരംഭിച്ചപ്പോൾ DC പരാജയവും ഏറ്റുവാങ്ങി.